ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഭാഗ്യ പരീക്ഷണങ്ങൾ അധികമില്ല. നിങ്ങളിൽ ആരാദ്യം പറഞ്ഞാലും ഇതിനകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. 2 പുരുഷന്മാരും ഒരു സ്ത്രീ മാത്രം ബാക്കി നിൽക്കെ ലേഡീസ് ഫസ്റ്റ് എന്ന കാര്യം പരിഗണനയിലെടുത്തുകൊണ്ട് ചിത്ര ടീച്ചറോടാണ് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത്. മാഷ് എന്ന വാക്കുണ്ടായത് മാഷ് എന്ന വാക്കുണ്ടായത് ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നാണ്. ശരി. ഒളിമ്പിക്സിൽ ഇതുവരെ ക്രിക്കറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തിയിട്ടില്ല. ശരി. ഒരർത്ഥവുമില്ലാതെ ഉണ്ടാക്കിയ വാക്കാണ് ക്വിസ്. അല്ല, തെറ്റ്. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം പാലക്കാട് ജില്ലയിലാണ്. ശരി. അറബികൾ ഇന്ത്യൻ ഈന്തപ്പഴം എന്ന് വിളിച്ചിരുന്നത് കുടംപുളിയെയാണ്. തെറ്റ്. ഓക്കെ, ടീച്ചർ വളരെ സമർത്ഥമായിട്ടാണ് ഈ മത്സരങ്ങളിൽ പങ്കെടുത്തിരിക്കുന്നത്. ടീച്ചർ പറഞ്ഞതിൽ എത്ര ശരിയുണ്ട് എത്ര തെറ്റുണ്ട് എന്ന് നമുക്ക് ഇനി ഒന്ന് കാണാം. മാസ് എന്ന വാക്കുണ്ടായത് ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നാണ്. ടീച്ചർ പറഞ്ഞ ഉത്തരം ശരിയെന്നാണ്. അത് ശരി തന്നെയാണ്. മാസ്റ്റർ എന്ന ഇംഗ്ലീഷ് വാക്കിൽ നിന്നാണ് മാഷ് എന്ന മാഷേ എന്നായി പോയതാണ്. മാസ്റ്റർ എന്ന ഇംഗ്ലീഷ് വാക്കിൽ നിന്നാണ് മാഷ് ഉണ്ടായിട്ടുള്ളത്. ടീച്ചറുടെ ആദ്യത്തെ ഉത്തരം ശരിയാണ്. രണ്ടാമത് ചോദ്യം, ഒളിമ്പിക്സിൽ ഇതുവരെ ക്രിക്കറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ടീച്ചർ ശരി എന്ന് പറഞ്ഞു. അത് തെറ്റാണ്. 1900 പാരീസ് ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് ഉണ്ടായിരുന്നു. 4 രാജ്യങ്ങൾ ആ ക്രിക്കറ്റിന് പേര് കൊടുത്തു. ആകെ ഒരു കളിയായാലും നടന്നു. അതിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലാണ് അന്ന് കളി നടന്നത്. അതിൽ മെഡലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പലരും ഒക്കെ അന്ന് മെഡൽ കിട്ടിയത് ഇന്ന രാജ്യത്തിനാണെന്ന് പറഞ്ഞു. അന്ന് കപ്പായിരുന്നു കിട്ടിയിട്ടുള്ളത്. ആ ഒരു വർഷം മാത്രമേ ക്രിക്കറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, ക്രിക്കറ്റിന് കപ്പും കൊടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ച ചോദ്യം, ഒരർത്ഥവും ഇല്ലാതെ ഉണ്ടാക്കിയ വാക്കാണ് ക്വിസ് എന്നാണ് പറഞ്ഞത്. ടീച്ചർ തെറ്റ് എന്ന് പറഞ്ഞു. അത് ശരിയാണ്. ക്വിസ് എന്ന വാക്കിന് വെറും 200 വർഷത്തെ പഴക്കം മാത്രമാണുള്ളത്. 1791 റിച്ചാർഡ് ഡാലി എന്ന് പറയുന്ന അയർലൻഡുകാരൻ സായിപ്പ് സ്വന്തം ഫ്രണ്ടിനോട് ബെറ്റ് വെച്ചു. ഈ നാട്ടുകാരോട് മൊത്തം ഒരർത്ഥമില്ലാത്തൊരു വാക്ക് 48 മണിക്കൂർ കൊണ്ട് ഞാൻ പറയിക്കാമെന്ന് അദ്ദേഹം ബെറ്റ് വെച്ചു. അങ്ങനെ അദ്ദേഹം ഒരു തിയേറ്ററിന്റെ ഓണറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് പോസ്റ്റർ ഒട്ടിക്കാൻ ഒരുപാട് മധുരം ഉണ്ടായിരുന്നു. അദ്ദേഹം പണിക്കാരെ വിട്ട് എല്ലാ മധുരകളിലും അന്ന് കാലത്ത് ക്വിസ് ക്വിസ് ക്വിസ്, അതും QUIZ എന്നുള്ള വാക്കുകളൊക്കെ വെച്ച് പുള്ളിക്കാരൻ കൊണ്ട് എഴുതി വെച്ചു. മതിലിന് മുഴുവൻ പിറ്റേ ദിവസം ഇത് കണ്ട നാട്ടുകാർ വന്നിട്ട് ഇതെന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, ഇതെന്താണ് അങ്ങനെ അവർ ഇതെന്താണെന്ന് ചോദിച്ചതാണ് എപ്പോഴും ചോദ്യം ചോദിക്കുന്നതിന് ക്വിസ് എന്ന പേരായിട്ട് വന്നിട്ടുള്ളത്. സത്യത്തിൽ ക്വിസ് എന്ന് പറയുന്ന വാക്ക് ഉണ്ടാക്കിയ ഒരർത്ഥവുമില്ലാത്തൊരു വാക്കാണ്. അടുത്ത ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നത് സൈലന്റ് വാലി ദേശീയ ഉദ്യാനം പാലക്കാട് ജില്ലയിലാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരി എന്നാണ് ടീച്ചർ പറഞ്ഞത്. ഉത്തരവ് ശരി തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. അത് കഴിഞ്ഞ് ടീച്ചർ പറഞ്ഞത് അറബികൾ ഇന്ത്യൻ ഈന്തപ്പഴം എന്ന് വിളിച്ചിരുന്നത് കുടംപുളിയെയാണ് എന്ന് ഞാൻ പറഞ്ഞു. ടീച്ചർ അത് തെറ്റ് എന്ന് പറഞ്ഞു. ഉത്തരവ് തെറ്റ് തന്നെയാണ്. അപ്പൊ പിന്നെ ശരിക്കും എന്തിനാണ് ഇന്ത്യൻ ഈന്തപ്പഴം എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്? വാളംപുളി. കറക്റ്റ് ഉത്തരമാണ്. അപ്പൊ അത് അറിയാവുന്നതുകൊണ്ടാണ് ഇത് പറയാൻ പറ്റിയത്. വാളംപുളിയുടെ ഇംഗ്ലീഷ് ടാമറിൻഡ് എന്നാണ്. ടാമർ എന്നാൽ ഹീബ്രു ഭാഷയിൽ ഈന്തപ്പഴം എന്നാണ് അർത്ഥം. അപ്പൊ ടാമർ ഹിൻഡ്, ഇന്ത്യയിൽ നിന്നുള്ള ടാമർ എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ വാളംപുളിക്ക് അങ്ങനെ ഒരു പേര് വന്നിരുന്നത്. ഇതിനൊക്കെ ഇത്രയും ചരിത്രമുണ്ട്. അപ്പം ടീച്ചറുടെ മുഴുവൻ പോയിന്റ് ഈ റൗണ്ടിൽ മാലപ്പടക്കത്തിൽ കിട്ടിയിരിക്കുന്നത് 30 മാർക്കാണ്. നിങ്ങളിൽ ആരോടാണ് ഞാൻ അടുത്ത് ചോദിക്കേണ്ടത്? സമ്മതമാണോ അതിന്? ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചേട്ടോ. നവജാത ശിശുക്കളെക്കാൾ കൂടുതൽ എല്ലുകൾ മുതിർന്നവർക്കാണ്. ചന്ദ്രനിൽ പോയി മൂത്രമൊഴിച്ച ആദ്യ മനുഷ്യനാണ് ആൾഡ്രിൻ. ശരി. ഒരിക്കൽ മാത്രം ഇല വരുന്ന സസ്യമാണ് ചേന. ശരി. നായ്ക്കളെക്കാൾ കൂടുതൽ ഘ്രാണശക്തി മനുഷ്യനാണ്. തെറ്റാണ്. ഇന്ത്യയിൽ ടീച്ചേഴ്സ് ഡേ ആയി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒക്ടോബർ 5 തെറ്റ്. വർഗീസ് സാറിനോട് ഞാൻ ചോദിച്ച ചോദ്യം, ആദ്യത്തെ ചോദ്യം, നവജാത ശിശുക്കളെക്കാൾ കൂടുതൽ എല്ലുകൾ മുതിർന്നവർക്കാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. ആ ചോദ്യത്തിന് വർഗീസ് സാർ പറഞ്ഞ ഉത്തരവും ഇത് നമുക്ക് നോക്കാം. കൂടുതൽ എല്ലുകൾ മുതിർന്ന തെറ്റ് എന്നാണ്. അതെങ്ങനെ അറിഞ്ഞത്? ശരിയും ഞാൻ സയൻസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സയൻസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതെ, 270 കൂടുതൽ എല്ലുകളാണ് കുഞ്ഞുപിള്ളേർക്കുള്ളത്. പിന്നെ എല്ലുകൾ കുറഞ്ഞ് 206 ആവും. 206 ആവും. കലക്കി. ശാസ്ത്രീയമായ ഒരറിവാണ്. അധ്യാപനം അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറായനെ. ചന്ദ്രനിൽ പോയി മൂത്രമൊഴിച്ച ആദ്യത്തെ മനുഷ്യനാണ് ആൽഡ്രിൻ എന്നായിരുന്നു എൻ്റെ അടുത്ത ചോദ്യം. അതിന് ശരി എന്നാണ് പറഞ്ഞത്. അത് ശരി തന്നെയാണ്. ചന്ദ്രനിൽ ഇറങ്ങിയത് നീൽ ആംസ്ട്രോങ് എന്ന് പറയുന്ന ഗസ് ചെയ്ത് പറഞ്ഞാണ്.
കാരണം അങ്ങനെ ചോദ്യം ചോദിക്കണമെങ്കിൽ അതെ, രണ്ടുപേരും തൊട്ടു പുറകെ ആൽഡ്രൻ ഇറങ്ങി. പക്ഷേ ആൽഡ്രൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല് യൂറിൻ ബാഗിൽ മൂത്രമൊഴിച്ചു. എന്നിട്ട് പുള്ളി അത് കളഞ്ഞില്ല. അത് സേഫ് ആയിട്ട് നാട്ടിലേക്ക് കൊണ്ടുവന്ന് ചന്ദ്രനെ വെച്ച് ഒഴിച്ചതാന്ന് പറഞ്ഞ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭൂമിക്ക് പുറത്ത് മൂത്രമൊഴിച്ച ആദ്യത്തെ വ്യക്തി ആൽഡ്രിൻ എന്ന് പറയുന്നതാണ്. ഒരിക്കൽ മാത്രം ഇല വരുന്ന സസ്യമാണ് ചേന. ശരിയാണ് പറഞ്ഞത്, ശരിയാണ്. കാരണം ഈ മറ്റു മരങ്ങൾക്ക് വരുന്നത് പോലെ ഈ ചേനയ്ക്ക് ഇങ്ങനെ ഓരോ ഇലയായിട്ട് വരില്ല. ഒറ്റ ഇല വന്നാൽ ആ ഓരോ ഇലമേ പിടിച്ചുള്ള സിസ്റ്റമാണ് ചേനയ്ക്ക്. പിന്നെ വേറെ ഇല വാടിപ്പോന്നുമില്ല. മാഷ് ഇങ്ങനെ സ്കോർ ചെയ്ത് വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഗ്രൈൻഡർ, ടിവി എന്ന് വേണ്ട സർവമാന സാധനങ്ങളിലേക്ക് അടുത്തേക്ക് പോയി. ഇപ്പൊ ഇത് പാവങ്ങൾക്ക് കൊടുക്കാന്ന് പറഞ്ഞത് വേണ്ടായിരുന്നു തോന്നുന്നു. ഒരിക്കലും ഇല്ല. ഞാൻ കഴിഞ്ഞ വർഷം 1 മാസം ശമ്പളം കൊടുത്താണ്. ഇപ്പൊ ഇത് ഒരിക്കലും പിന്നെ ആ ടിവി അതല്ലേ ഉദ്ദേശിച്ചത്. നായ്ക്കളെക്കാൾ കൂടുതൽ ഘ്രാണശക്തി മനുഷ്യനാണ്. പിന്നത്തെ എന്റെ ചോദ്യം തെറ്റ്. ഇത് പിന്നെ കാര്യമായിട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ ടീച്ചേഴ്സ് ഡേ ആയി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒക്ടോബർ 5 നിങ്ങൾ പറഞ്ഞ എന്താണ്? പറഞ്ഞത് ഇന്ത്യയിൽ ടീച്ചേഴ്സ് ഡേ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒക്ടോബർ 5 നിങ്ങൾ തെറ്റാന്ന്. ഞാൻ അങ്ങോട്ട് നോക്ക്. നമ്മുടെ മാലപ്പടക്കം റൗണ്ടിൽ വളരെ കുറച്ചു പേരാണ് മുഴുവൻ ശരി ഉത്തരങ്ങളൊക്കെ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഇനിയാണ് നമ്മുടെ ഏകാധ്യാപകൻ. ഏകാധ്യാപക തോറ്റങ്ങാൻ പോയാൽ പിന്നെ ചോദിക്കാൻ പറ്റാത്തോണ്ട് ചോദിക്കുക, എന്താണ് ഏകാധ്യാപകൻ? അതാദ്യം പറ. ഒരു ടീച്ചർ മാത്രമുള്ള ഒരു വിദ്യാലയമാണ്. അതായത് 1 മുതൽ 4 വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഒരു ടീച്ചർ തന്നെയാണ്. ഇത് ഗവൺമെന്റിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ തന്നെയുള്ള ഒരു സിസ്റ്റമാണ്. 375ഓളം ഏകാധ്യാപക വിദ്യാലയങ്ങൾ മാത്രമേ ഇന്ന് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുള്ളൂ. എങ്ങനെയുള്ള ഏരിയകളിലാണ് ഇത് പ്രവർത്തിക്കുന്നത്? അതായത് റിമോട്ട് ഏരിയസിലാണ്. ഞാൻ പ്രവർത്തിക്കുന്നത് ഒരു വനത്തിനുള്ളിലെ ഏകാധ്യാപക വിദ്യാലയത്തിലാണ്. നമുക്ക് കാൽനടയായിട്ട് മാത്രമേ ആ കോളനിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. അട്ട മുതൽ ആന വരെയുള്ള എല്ലാ സംഭവങ്ങളും അവിടെയുണ്ട്. ഇതൊക്കെ തരണം ചെയ്ത് വേണം നമുക്കവിടെ ചെല്ലാനായിട്ട്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഏകാധ്യാപക വിദ്യാലയത്തിൻ്റെ അധ്യാപകരുടെ സ്ഥിതിയാണ്. കാരണം ഈ 375 പേർക്കും ഞങ്ങൾക്ക് 3000 ആയിരുന്നു സാലറി, പിന്നെ 5000 ആക്കി, ഇപ്പം ഞങ്ങൾക്ക് 10000 ആക്കി എന്ന് പറയുന്നു. ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനൊരു സിസ്റ്റം ഇതിലുണ്ട്. അപ്പോൾ പിന്നെ മറ്റുള്ള ഒരു ആനുകൂല്യം ഞങ്ങൾക്കില്ല. എല്ലാ അധ്യാപകരെ പോലെയുള്ള EPF അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. മറ്റ് ഒരു ആനുകൂല്യമുള്ള ജോലി സ്ഥിരതയും ഇല്ല. അതെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 10000 രൂപ കിട്ടും. ഇന്നത്തെ കാലത്ത് 10000 രൂപ കിട്ടാൻ നമ്മൾ പറഞ്ഞ ആനയും അട്ടയും തരണം ചെയ്ത് പോകേണ്ട ഒരു ആവശ്യമില്ലാത്ത സമൂഹ സ്ഥിതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം നിങ്ങൾ ഫിസിക്കലി ഫിറ്റാണ്, വിദ്യാഭ്യാസമുണ്ട്. നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു എറണാകുളം ടൗണിൽ ഒരു ജോലി നിന്നാൽ പോലും 10 രൂപ കിട്ടാൻ സാധ്യതയുള്ള സാഹചര്യത്തിലും തുച്ഛമായ 10 രൂപയ്ക്ക് നിങ്ങൾ ഇത്രയും റിസ്ക് എടുത്ത് പഠിപ്പിക്കാൻ പോകുന്നത് ഒരു സംതൃപ്തിയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു സംഭവം അവിടെയുണ്ട്. ഈ 10000 രൂപയ്ക്ക് 1 ലക്ഷത്തിൻ്റെ മഹിമയുണ്ട് ഞങ്ങൾക്ക്. പക്ഷേ ഗവൺമെൻറ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള അധ്യാപകരെ സ്ഥിരപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൂടി ഈ ഷോയിലൂടെ ഞാൻ കൊണ്ടുവരികയാണ്. ഹോം മിനിസ്റ്റർ, എഡ്യൂക്കേഷൻ മിനിസ്റ്ററോടൊന്ന് അഭ്യർത്ഥിക്കുകയാണ്, ഇവരുടെ ഈ കാര്യങ്ങൾ കേട്ടാൽ ആരെങ്കിലും വഴി അറിഞ്ഞാൽ പറ്റുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി മാലപ്പടക്കത്തിന്റെ സമയമാണ്. ശ്രദ്ധിച്ചിരിക്കുക. പട്ടപടയെന്ന് ഉത്തരം പറയുക. ശരിയോ തെറ്റോ എന്ന് മാത്രം ഉത്തരം പറഞ്ഞത്. റെഡിയാണല്ലോ? കോഴികളുടെ പൂർവികർ ദിനോസറുകളാണ്. തെറ്റ്. സ്കൂൾ എന്ന വാക്കുണ്ടായത് ഫ്രഞ്ചിൽ നിന്നാണ്. തെറ്റ്. മുടിയും നഖവും മരണശേഷവും മനുഷ്യ ശരീരത്തിൽ വളർന്നുകൊണ്ടേയിരിക്കും. തെറ്റ്. ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായിട്ടാണ് തൈര് പുളിക്കുന്നത്. പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള മത്സ്യമാണ് ഡോൾഫിൻ. ശരി. മാഷ് പറഞ്ഞാൽ എത്ര ശരിയുണ്ട് എത്ര തെറ്റുണ്ടെന്ന് നമുക്ക് ഇപ്പം നമ്മുടെ പുരുഷനോട് ചോദിച്ചാൽ പറഞ്ഞുതരും. പുരുഷ മാഷിനോട് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം കോഴികളുടെ പൂർവികർ ദിനോസറുകളാണ് എന്ന് ചോദിച്ചു. മാഷ് തെറ്റ് എന്ന് പറഞ്ഞു. പക്ഷെ അത് ശരിയാണ്. കോഴികളുടെ എന്നല്ല, എല്ലാ പക്ഷികളുടെയും പൂർവികർ ദിനോസറുകളാണ്. ആർക്കിയോപെട്രിക്സ് എന്ന് പറയുന്ന ഒരു ദിനോസർ ഉണ്ട്. ജുറാസിക് പാർക്ക് കാണുമ്പോൾ ഇങ്ങനെ നീണ്ടൊരു സാധനം ഇങ്ങനെ പോകണ്ടല്ലേ, അതാണ് ആർക്കിയോപെട്രിക്സ്. ഇനി ജുറാസിക് പാർക്ക് കണ്ടെങ്കിൽ അറിയാം, ദിനോസർ മുട്ട ഇടുമായിരുന്നു. പല ദിനോസർ മുട്ട വിരിഞ്ഞ് ദിനോസർ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കോഴികളുടെ പൂർവികർ ദിനോസറുകളാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിൽ ഞാൻ പോവാം. സ്കൂൾ എന്ന വാക്കുണ്ടായത് ഫ്രഞ്ചിൽ നിന്നാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് തെറ്റെന്ന് നിങ്ങൾ പറഞ്ഞു. ഉത്തരം തെറ്റാണ്. 10 മാർക്ക് ലഭിച്ചിരിക്കുകയാണ്. ഗ്രീക്ക് വാക്കായിട്ടുള്ള സ്കോള എന്ന് പറയുന്ന വാക്കിൽ നിന്നും പോർച്ചുഗീസിലുള്ള വാക്കായ എസ്കോള എന്ന് പറയുന്ന വാക്കിൽ നിന്നുമാണ് സ്കൂൾ എന്ന് പറയുന്ന വാക്കുണ്ടായിട്ടുള്ളത്. ഇനി മുടിയും നഖവും മരണശേഷവും മനുഷ്യ ശരീരത്തിൽ വളർന്നുകൊണ്ടേയിരിക്കും. തെറ്റെന്ന് പറഞ്ഞു. തെറ്റാണ്.
കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വളരാനില്ല. കുഴിച്ചിട്ടെടുത്ത് വല്ല ചെടിയും വളർന്നാലായി, അത്രേ ഉള്ളൂ, വേറെ ഒന്നും വളരാനില്ല കേട്ടോ. ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായിട്ടാണ് തൈര് പുളിക്കുന്നത്. ശരി എന്ന് നിങ്ങൾ പറഞ്ഞു. ശരിയാണ്. അത് ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള മത്സ്യമാണ് ഡോൾഫിൻ. അത് നിങ്ങൾ ശരിയെന്ന് പറഞ്ഞു. നോക്കട്ടെ എന്താണ് സംഭവം എന്നുള്ളത് അടുത്ത ചോദ്യം. ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള മത്സ്യമാണ് ഡോൾഫിൻ. ശരിയെന്ന് നിങ്ങൾ പറഞ്ഞു, തെറ്റാണ്. ഡോൾഫിൻ മത്സ്യമല്ല, ഡോൾഫിൻ ഒരു സസ്തനിയാണ്. അത് വെള്ളത്തിൽ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളെ മൊട്ടയും പ്രസവമാണ് ഇന്ന് തോൽപ്പിച്ചിരിക്കുന്നത്. ഡോൾഫിൻ പ്രസവിക്കുന്ന ജീവിയാണ്. അതായത് ഗംഗാ ഡോൾഫിൻ ഇന്ത്യയുടെ ജലജീവിയാണ്, ദേശീയ ജലജീവിയാണ്, മത്സ്യമല്ല. ഞാനൊരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ. ഇടയ്ക്ക് എനിക്ക് പനി പിടിച്ച 2-3 എപ്പിസോഡ് അവതരിപ്പിക്കാൻ തീർച്ചയായും അറിവിന്റെ ഭണ്ഡാകാരമാണ്. ഒരിക്കലല്ല, ഞാൻ വളരെ ശിശുവാണ്. അല്ലല്ല, ഇത്ര അറിവൊന്നും ആർക്കും ഇല്ല. ഞാൻ കഴിഞ്ഞ എന്നെ പോലെ വേറൊരാളെ ഞാൻ കണ്ടിട്ട് പോലെ ഇല്ല. ഇറ്റ് ഇസ് ഇൻക്രെഡിബിൾ കേട്ടോ. കലക്കി സാറേ, ഗംഭീരമായിട്ടുണ്ട്. ഇത്രയും കാര്യം. ഡോൾഫിൻ ഒരു മത്സ്യമല്ല. അപ്പോൾ സ്വാഭാവികമായും ഈ റൗണ്ടിൽ ആർക്കാണ് ഏറ്റവും കുറവ് മാർക്ക്, ആരാണ് ഔട്ടാവാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പറിയാം. ഈ റൗണ്ടിൽ നമ്മൾ പ്രേക്ഷകരെല്ലാവരും കൃത്യമായിട്ട് കണ്ട ഒരു കാര്യമാണ്, മാഷ് ഇപ്പുറത്തെ ചോദ്യത്തും അപ്പുറത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും എല്ലാം തലങ്ങും വിലങ്ങും നിന്ന് ഉത്തരങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാഷ് 50-50 മാർക്കുമാണ് ഈ റൗണ്ടിൽ മേടിച്ചിരിക്കുന്നത്. മാഷ് നല്ലൊരു കഴിവുള്ള. ബാക്കി 2 പേരും 30 വീതം നേടിക്കൊണ്ട് ടൈ ആയി. ഇതൊരു വലിയ ഭാഗ്യ പരീക്ഷണത്തിന്റെ നിമിഷമാണ്. കാരണം ടൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഞങ്ങളുടെ തീരുമാനങ്ങളിലേ അല്ലാതെ വെറും ഭാഗ്യം, കേവലം ഭാഗ്യമാണ് ആരാണ് അടുത്ത റൗണ്ടിലേക്ക് പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ടൈ ആയ 2 പേരും ഇങ്ങോട്ട് വരിക. നിങ്ങളുടെ ടൈ ഞാൻ എടുത്ത് കഴുത്തി കെട്ടട്ടെ. വരൂ. ഇവർ 2 പേരും 30 മാർക്ക് മേടിച്ചുകൊണ്ട് ടൈ ആയി. നിങ്ങൾ ജസ്റ്റ് തിരിഞ്ഞു നിന്നോളൂ. നിങ്ങളുടെ ഭാഗ്യ പരീക്ഷണത്തിനുള്ള പുരുഷന്റെ പെട്ടി അവിടെ വരികയാണ്. നോക്കൂ, അവിടെ വരുന്നതിൽ നിന്നും ഒരെണ്ണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഒരാൾ തിരഞ്ഞെടുക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ ആൾ ഔട്ടാണോ ഇന്നാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതില് ആര് തിരഞ്ഞെടുത്താലും ഭാഗ്യം മാത്രമാണ് കാര്യമാവുന്നത്. ആർക്കെങ്കിലും തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരാൾ തിരഞ്ഞെടുത്തോണ്ട് മറ്റേ ആൾ തോറ്റു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ആരാ തിരഞ്ഞെടുക്കേണ്ടത്? സാറ് തിരഞ്ഞെടുക്കുവാണോ? തിരഞ്ഞെടുക്കാം. അവർ സമ്മതിച്ച സ്ഥിതിക്ക് സാറിന് തിരഞ്ഞെടുക്കാം. ഇതില് ആരാണ് ഔട്ടായി പോകുന്നത് നമ്മളിപ്പോൾ അറിയാൻ പോവുകയാണ്. അപ്പൊ സാറിനായി ചിത്ര ടീച്ചർ ഇതിൽ നിന്നും പതുക്കെ ഔട്ടായി. ചിത്ര ടീച്ചർ ചേർന്ന് നിൽക്കും. ചിത്ര ടീച്ചർ ഈ അവസരത്തിൽ എന്ത് പറയുന്നു? ഭാഗ്യം എന്നെ തുണച്ചില്ല. അപ്പൊ ടീച്ചർക്ക് നമ്മുടെ ഹോം മിനിസ്റ്ററിൽ നിന്നും യാത്രയാകാനുള്ള സമയമാകുന്നു. നന്ദിനി, ടീച്ചർക്കുള്ള സമ്മാനങ്ങൾ കൊടുക്കും.